അപ്സരയും അൻസിബയും തമ്മിലുള്ള പ്രശ്നം ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്താണ് അവിടെ നടന്നത് എന്നുള്ള കാര്യം. അവിടെ അപ്സര പറയുന്നുണ്ടായിരുന്നു, അൻസിബ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അവിടെ അപ്സര അവിടെ വഴക്കുണ്ടായ സമയത്ത് എന്താണ് ഉണ്ടായതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങൾ പുറത്തായിരുന്നു. അപ്പോൾ അവിടെ എന്തൊക്കെയോ ശബ്ദം ലഹളമയോ ഒക്കെ കേട്ടിട്ട് ഓടി ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് റസ്മിനെ പിടിച്ചു മാറ്റാനാണ് ശ്രമിച്ചത്. സത്യത്തിൽ ഞാൻ കരുതിയത് ജാസ്മിൻ റസ്മിനെ തല്ലി എന്നാണ് ഞാൻ അവിടെ കരുതിയത്. അതുകൊണ്ട് എന്ത് പറ്റി റസ്മിനെ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് ഞാൻ റസ്മിനെ പിടിച്ചു മാറ്റുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ടായിരുന്നു, അൻസിബ ഒന്ന് ഇറങ്ങിപ്പോവോ, ഒന്ന് മാറിപ്പോവോ എന്ന് ചോദിച്ചുകൊണ്ട് ഓളിടുന്ന അൻസിബയാണ് കാണാനായിട്ട് സാധിച്ചത്. എന്നിട്ടും ഞാൻ പിടിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഒന്ന് മാറിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് തള്ളി മാറ്റി. അൻസിബ എന്തിനത് ചെയ്തു എന്ന് എനിക്കറിയില്ല എന്ന് അപ്സര പറയുന്നത്. പിന്നീട് അതിനുശേഷം അൻസിബ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, കിട്ടിയ സ്പേസിൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ നോക്കാണ്, അവിടെ വലിയ ആളാവാൻ വേണ്ടി വന്നതാണ് എന്നുള്ള തരത്തിൽ അവിടെ അൻസിബ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് എന്തിനാണെന്നും എനിക്ക് മനസ്സിലായില്ല എന്നാണ് അപ്സര അവിടെ പറഞ്ഞൊരു കാര്യം. ഇതിലെ നമുക്കവിടെ കിച്ചണിലുണ്ടായ സംഭവങ്ങൾ നമുക്ക് കൃത്യമായി അറിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ കാണിക്കാത്തതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അവിടെ എന്താ ഉണ്ടായതെന്ന് അറിയില്ല. ഇപ്പൊ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ അടുത്ത് അവർ കള്ളം പറയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടന്ന കാര്യങ്ങളെ അവർക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് മാത്രമേ നമുക്കതിനെ ജഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അവിടെ അൻസിബ പറയുന്ന കാര്യം അവിടെ തിളച്ച എണ്ണയുണ്ടായിരുന്നു, അതെങ്ങാനും ദേഹത്തേക്ക് വീണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. പക്ഷെ അതിനപ്പുറമായിട്ട് അവിടെ ഇത്രയും വലിയൊരു വഴക്കും അടിയും ഇതൊക്കെ നടന്നിട്ട് അൻസിബ അതിനെക്കുറിച്ച് ഒട്ടും കെയറിങ് അല്ലാതെ തിളച്ച എണ്ണ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന അൻസിബേനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അൻസിബ എന്തിനാണ് അങ്ങനെ റിയാക്ട് ചെയ്തതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്. അൻസിബ എന്താണ് അങ്ങനെ റിയാക്ട് ചെയ്തത് എന്നുള്ള കാര്യം. പിന്നെ അൻസിബ അവിടെ പറയുന്നത് അപ്സരയെ കുറിച്ച് അങ്ങനെ ഒരു പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയില്ല എന്നാണ് അൻസിബ അവിടെ പറയുന്നത്. അത് പച്ചക്കള്ളമാണെന്ന് നമുക്കറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബയും ഋഷിയും അവിടെ ഇരുന്ന് ഒരുപാട് തവണ അപ്സരയെ കുറിച്ച് ഈ കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു. കിട്ടിയ സ്ഥലത്ത് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനായിട്ട് വന്നിരിക്കുകയാണ്, വലിയ ആളാവാൻ വേണ്ടി ശ്രമിച്ചതാണ്, പക്ഷെ ഞാൻ ഓടിപ്പിച്ചു വിട്ടു എന്നുള്ളത് അൻസിബ ഒരുപാട് തവണ ഋഷിയുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. എനിക്ക് തോന്നുന്നു അൻസിബ ഇതിനെ ഗെയിമായിട്ടല്ല കാണുന്നത്, ഒരു പേഴ്സണലായിട്ട് ഒക്കെ എടുത്തുകൊണ്ടാണ് അവിടെ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. അൻസിബ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഗെയിമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. പക്ഷെ അൻസിബയായിട്ട് റിയൽ ആയിട്ടാണ് അവിടെ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ റിയൽ ആയിട്ട് നിൽക്കുമ്പോൾ റിയൽ ആയിട്ട് മാത്രമേ അവിടെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരാളോട് ഇഷ്ടക്കേടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അൻസിബ അവിടെ തുറന്നു കാണിക്കുന്നു, അല്ലാതെ സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും അല്ല അവിടെ അൻസിബ നോക്കുന്നത്. എനിക്ക് അപ്സരയെ ഇഷ്ടമല്ല. അപ്പൊ ആ ദേഷ്യം മുഴുവൻ അപ്സര എവിടെയുണ്ടോ എപ്പോഴും അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അൻസിബയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ അൻസിബ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഗെയിമാണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ കിച്ചണിൽ നടന്ന ഒരു വഴക്ക് എന്ന് പറയുന്നത് അതൊരു ഗെയിം അല്ലായിരുന്നു, റിയൽ ആയിട്ട് അവിടെ ഉണ്ടായ ഒരു വഴക്കായിരുന്നു. ആ വഴക്കിൽ ഒരാളെ പിടിച്ചു മാറ്റാൻ എതിരെ വന്ന സമയത്ത് അൻസിബ അവിടെ റിയാക്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോശമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പിന്നെ അവിടെ വെളിച്ചെണ്ണ അവിടെ തളച്ചു മറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കരയുകയും അവിടെ ഇത്രയും പ്രശ്നമുണ്ടാക്കേണ്ട അൻസിബയെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ലാത്തൊരു കാര്യം തന്നെയാണത്.